ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ തൊട്ട് ഹെലൻ ചെയ്ത ഒരു വീഡിയോ റിയാക്ട് ചെയ്യാത്ത ചാനലില്ല. ഒരു വലിയൊരു വിപ്ലവം പോലെ ഇപ്പം അത് സംസാരിക്കുന്നത്. ജാസിക്ക് കൊടുത്ത്, ജാസിക്ക് ഹെലനെ അങ്ങോട്ട് അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഹെലനെ നമ്മൾ ടിക്ടോക്ക് കാലത്തൊക്കെ കണ്ടാണ് നല്ല തെറി വിളിച്ചുകൊണ്ടിരുന്നത്. ആ പുള്ളിക്കാരത്തി ആകെ അങ്ങ് മാറി. ഒരു വാക്ക് പോലും മോശം വാക്ക് പറയുകയല്ലാതെ പോലെ പുള്ളിക്കാരത്തി ഈ അടുത്ത് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഹെലൻ തിരിച്ചു വന്ന പോലെയാണ്. ജാസിയാ കാരണം. ജാസിക്ക് തീരെ അങ്ങോട്ട് ഹെലനെ അറിയത്തില്ല എന്നാ തോന്നുന്നത്. ഏതായാലും ജാസിക്കെതിരെ ഹെലൻ വീഡിയോ ചെയ്തായിരുന്നു. ഈ ഈ അടുത്ത് കുറേ ഉടായ്പ ജാസി ഇങ്ങനെ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ അങ്ങ് എന്താ പറയുക, ആറാടുകയാണ് സോഷ്യൽ മീഡിയ കിടന്ന്. അപ്പൊ അതിന് എതിരായിട്ട് ഒത്തിരി പേര് റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെലനും ഇട്ടു. അപ്പൊ ഈ റെനെ മെഡിസിറ്റി എറണാകുളത്ത് അവിടെ പോയി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവിടെ ബൈജു എന്ന് പറയുന്ന ഒരാൾ വിളിച്ചു ചോദിച്ചു, ആ ഓപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നൊക്കെ. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുന്നത് പുള്ളി ചാനലിട്ട് ഹെലൻ അതൊക്കെ എടുത്തിട്ടു. അപ്പൊ ഹെലനോടിപ്പം ജാസിക്ക് നല്ല ദേഷ്യമായപ്പം തെളിവ് ഓപ്പറേഷൻ നടത്തിയില്ലെന്ന് പറഞ്ഞതിന് തെളിവ് കാണിക്കാൻ വേണ്ടി ഹെലനെ വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് തുണി അഴിച്ച് കാണിച്ചു ജാസി. ഞാൻ പറയട്ടെ, ജാസി ആദ്യം തന്നെ മനസ്സിലാക്കണ്ടേ, സ്ത്രീകളിൽ സ്ത്രീ ഹോർമോണൊക്കെ ഉണ്ട്. ആ ഹോർമോണിന്റെ പ്രതിഫലമായിട്ട് തന്നെ സ്ത്രീകൾക്ക് നാണം എന്നൊരു സംഗതി കൂടെ ഉണ്ട്. ഹോർമോൺ ശരിക്കും വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്കൊരു നാണമുണ്ട്, പുരുഷനെക്കാട്ടും കൂടുതൽ. അത് ആ ഹോർമോണിൻ്റെ ഇതുകൊണ്ട് തന്നെ വരുന്നതാണ് ഒരു നാണം എന്നുള്ളത്. ഇവിടെ ജാസി മറ്റൊരാളെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് തുണി പറിച്ച് കാണിക്കണമെങ്കിൽ ജാസിയിൽ ആ സ്ത്രീത്വം ഇല്ല, ആ നാണമില്ല എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് അങ്ങനെയാ കണ്ടിട്ട് തോന്നി. അങ്ങനെ ചെയ്യണമെങ്കിൽ ആ നാണമില്ലായതുകൊണ്ടാണ് ആ ചെയ്യുന്നത്. അല്ലാതെ മുൻകാല പരിചയമോ അല്ലെ അത്രമേൽ ഇന്റിമസി ആയ അടുപ്പമുള്ള ആളൊന്നും അല്ലല്ലോ ഹെലൻ ജാസിക്ക്. പിന്നെ ജാസിക്ക് എങ്ങനെയാ ഹെലനെ തുണി പറിച്ച് കാണിക്കാൻ തോന്നുക? അപ്പൊ ആ സ്ത്രീത്വം വന്നിട്ടില്ല ജാസിക്കെന്ന് വേണേ പറയാം. ഏതായാലും ഹെലൻ ആദ്യം ചെയ്ത വീഡിയോ ഒന്ന് കാണാം. ഇപ്പൊ തെറി പറയുന്നതല്ല. ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. ആള് റെനെ മെഡിസിറ്റി, നമ്മുടെ ജാസി എന്ന് പറയുന്ന വ്യക്തി സർജറി ചെയ്തു എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ച കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്ക് എന്തായാലും കേൾക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ആളുടെ ഡൗൺ സർജറി അല്ല കഴിഞ്ഞത്, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈജോട്ടൻ എനിക്ക് തോന്നുന്നു റെനെ സിറ്റിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ സത്യം അതാണ്. ഞാൻ റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. എന്റെ പേര് ബൈജു എന്നാണ്. മാഡം ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്ന ഒരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ഇല്ല, ബോട്ടം സർജറി ഇവിടെ ഇല്ല കേട്ടോ സാർ. ഞാൻ ഈ വിളിച്ച സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി. അപ്പം ബോട്ടം സർജറി ഈ പറയുന്ന റെനെ മെഡിസിറ്റിയിൽ ഇല്ല എന്നുള്ളത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ വിളിച്ചിട്ട് ബൈജോട്ടൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം ഹെലൻ ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക്, അതായത് ആ ഹോസ്പിറ്റലിൽ വിളിച്ച് തെളിവുണ്ടാക്കിയതാണ് അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തില്ല എന്നുള്ളത്. അതിൻ്റെ മറുപടി എന്നോണം ഹെലന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഈ തുണി പറിച്ചു കാണിച്ചത്. അപ്പം സിലിക്കോൺ പാഡ് വെച്ച് ബ്രസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത് പണ്ട് ഫിലിം സ്റ്റാറൊക്കെ അമേരിക്കയിലൊക്കെ ചെയ്തു തുടങ്ങിയ സംഭവമാണ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ അതൊക്കെ ഉണ്ട്. കാലങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് സിലിക്കോൺ പാഡ് വെച്ച് ബ്രസ്റ്റ് തോന്നിക്കാം ഓപ്പറേഷൻ ചെയ്ത്, അകത്ത് സിലിക്കോൺ പാഡ് വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത് വെച്ചാൽ പിന്നീട് ഒരു കാലത്ത് നമുക്ക് വേണ്ട എന്ന് തോന്നിയാൽ അത് എടുത്തു കളയാമെന്നും തോന്നുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചിലരൊക്കെ ചെയ്യാറുണ്ട്, സിനിമയിലുള്ളവരൊക്കെ ചെയ്യാറുണ്ട്. ഏതായാലും ഹെലൻ ഏതാണ്ട് ഒത്തിരി പേരുടെ നടുക്ക് എവിടെയോ നിൽക്കുന്ന സമയത്താണ് ഇവർ തുണി പറിച്ച് വീഡിയോ കോൾ. രാവിലെ ചിരിച്ചിരിച്ചൊരു പരിപാടിയാണ്. ഞാൻ ഇന്നലെ ഈ വീഡിയോ കണ്ടില്ല, ഇന്നാണ് കണ്ടത്. തുണി പറിച്ച് കാണിച്ചത്. അപ്പൊ ഹെലൻ ആരും കാണാതിരിക്കാൻ വേണ്ടി ഫോൺ താത്തി പിടിക്കുക ചെയ്ത്, എന്നിട്ട് അത് പറഞ്ഞ് ജാസി വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഹെലന്റെ മറുപടി ഒന്ന് കേൾക്കാം. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങളിത് കാണാത്തൊരു കാളിയല്ല, കാരണം ഇത് റിയാക്ഷൻ ഇടാത്ത ആരും ഇല്ലെന്ന് പറയാം ഹെലന്റെ ഈ വീഡിയോ. എന്നാലും കണ്ടാൽ ചിരി വരും. ശരിക്കും കമന്റ് ബോക്സ് വായിച്ചാൽ അതിലും ചിരി വരും. കാരണം എത്ര ലൈക്ക് അടിച്ചിട്ടും മതിയാവുന്നില്ലെന്ന് ആൾക്കാർ പറയുന്നത്. ഹെലൻ എത്ര ലൈക്ക് കൊടുത്താലും മതിയാവുന്നില്ലെന്ന്. ജനങ്ങൾക്ക് ജാസി ഇങ്ങനത്തെ ഈ വേഷം കെട്ടിയത് നല്ല പ്രതിഷേധമുണ്ട്. ആരുമില്ല ഇവിടെ ചോദിക്കാന്നുള്ള രീതിക്കാണ് ജാസി, ആരുണ്ട് ഇവിടെ ചോദിക്കാന്നുള്ള രീതിക്കാണ് ജാസി കാണിക്കുന്ന വൃത്തിയുടെ മുഴുവൻ. അത് ജനങ്ങൾക്ക് തീരെ പിടിച്ചിട്ടില്ല. അപ്പൊ ഹെലൻ അങ്ങോട്ട് പ്രതികരിച്ചത് ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങോട്ട് തുണി പൊക്കി കാണിച്ചത്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ തുണി പൊക്കി കാണിക്കാന്ന്.
എന്താ അല്ലേ, തുണി പൊക്കി കാണിക്കണമെങ്കിൽ ആ ലെവലിൽ എത്തണം. അതായത് സ്ത്രീത്വമൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഹെലൻ പറയുന്നത് കേൾക്കാവേ. ഞാൻ സ്പീഡ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ സമയം എടുക്കും. നമുക്ക് തുടങ്ങാം. വേറെ ആരെ കുറിച്ചുമല്ല, ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി, പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നീ ഈ എൻറ്റയർ വീഡിയോ നീ കാണണം. മനസ്സിലായില്ലേ? നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി. എന്റെ വീഡിയോ കാണുന്നതാണ് ഞാൻ പറയുന്നത്. ഇതാ നായിന്റെ മോൻ നിങ്ങൾ അയച്ചു കൊടുക്കണം. ആയിരിക്കും ഈ ജാസി എന്ന് പറയുന്നവരുണ്ടല്ലോ, ഓന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാവരും ഈ ലിങ്ക് ആ നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇവനും പറയാൻ വേണ്ടി പറ്റില്ല, ഇവനും പറയാൻ പറ്റില്ല എന്നുള്ള കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഹേർട്ട് ആവും എന്നുള്ളത് കൊണ്ടാണ് വേറൊരു രീതിയിലുള്ള പദപ്രയോഗം ഞാൻ നടത്താത്തത്. നടത്തണം എന്നുള്ളത് എനിക്ക് നാവിന്റെ തുമ്പത്ത് വരെ ഉണ്ട്. ചിലപ്പം അങ്ങ് പോവേ ഈ വീഡിയോ പോകെ ആ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ തെണ്ടിന്റെ ഇതാണെന്ന് തോന്നുന്നു. എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യണം ഒരു ആൾക്കാരെ മനസ്സിലാക്കിയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കുന്ന ആൾക്കാരാണ്. അവർക്കാണ് ഭയങ്കര ഇത്. അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി, അല്ലെങ്കിൽ ഒരു അനുകമ്പ ഉണ്ടല്ലോ, അത് കാണിക്കാം. നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ? മനസ്സിലായില്ലേ? എനിക്ക് കണ്ണുചോറില്ല, സത്യം തന്നെയാണ്. നീ ഈ വീഡിയോ ഇട്ടത് ഒരു മണിക്കൂർ മുന്നെയാണ്. കണ്ണു കാണാത്ത പിന്നെ ആണും പെണ്ണും അല്ല ആണും കെട്ടതല്ല പിന്നെ നികൃഷ്ട ജീവി. ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു നോക്ക് പോ, കണ്ണ് പൊട്ടിയതേ അല്ല. പിന്നെ ഇവിടെ ചിലച്ചോണ്ട് വരുന്നു. അയ്യോ ഓളെന്ന് പറയാൻ വന്നു പോന്നിട്ടാ. ഓളെന്ന് എന്നാ ഇവർ പറയണ്ടേ? ഇവരെന്നാ ഞാൻ പറയണ്ടേ? ഓന്നല്ല ഓളുമല്ല, ഈ നായി അങ്ങനെ പറയാല്ല, ഈ നായി അങ്ങനെ മതി. ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു പെൺകുട്ടി ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണല്ലേ കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് ഒരു വീഡിയോ ഞാൻ എന്താ പറയാന്ന് ഞാൻ ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരും ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഉണക്ക് മോളെ. ഈ പരപ്പൂറിനോട് ഞാൻ പറഞ്ഞതാണ്, എന്ത് ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഉരുളങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ മെനക്കെടുന്ന ഒരാളാണ് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ റൂമിൽ ഇരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തിയുടെ നികൃഷ്ടജീവി. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ ഫോൺ ഞാൻ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ച് കാണേണ്ട ആവശ്യം നൽകില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറെ കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി അല്ല. പിന്നെ എന്നിട്ടോട് നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറഞ്ഞാൽ പേടിയാവുന്ന ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണും അല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. മനസ്സിലായില്ലേ? എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത് എന്താണ് ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡിൽ ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം ഇതിൽ വളരെ ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റി ഈ നാറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തുവിടും. തീർച്ചയായിട്ടും ഞാൻ പുറത്തുവിടും. എനിക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ്. മനസ്സിലായില്ലേ? ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ എന്നാൽ ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത്. നീ ഉണ്ടല്ലോ, നീ എന്താണ് പേടിക്കുന്നത് എന്റെ പേര് പറയാൻ വേണ്ടിയിട്ട്? ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലനോസ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ച് പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാ ആരാണ് പേടിക്കുന്നത്? അതിന്റെ അപ്പുറത്ത് നായിന്റെ മോൻ ചിലക്കുന്നുണ്ട്. വിട്ടുകളെ നീ ആരാടാ? ആരാ നീ? അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കട്ട. തരത്ത് പോയിട്ട് ആരെന്ന് വിചാരിച്ചിട്ടാണ് നീ ഈ കളിക്കുന്നത്? അല്ല പിന്നെ അല്ല ഒരു 1 മില്യൺ എല്ലാവരും ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനിക്കിടാ ഉണ്ടാവാൻ. ഞാനിത് ഒഴിവാക്കി വിട്ടതാണ്. നിന്റെ എല്ലാം ഉണ്ടല്ലോ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ? ബാക്കി കൊടുത്തു. ഇത് നമ്മൾ കണ്ടില്ലേ? അതൊരു സാംസോ ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ലേ? അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ വരാൻ ഉദ്ദേശിച്ചു. പക്ഷേ അതേ ഒരു സിറ്റുവേഷനോടെ ഞാൻ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ശരീരത്ത് കുറേ വലിയ മുറികൾ ഉണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ നമ്മൾ കാണുമ്പോൾ വേറെ ട്രാൻസ്പെൻ കൂടി ഉണ്ടായിരുന്നു. കണ്ണാടി ഇതുവരെ നോക്കാൻ പാടില്ല, താഴത്തേക്ക് നോക്കാൻ പാടില്ല. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടി ഫുൾ ആയിട്ട് കാണും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. മനസ്സിലായി? എനിക്ക് എന്ത് പങ്ക് കിട്ടുന്ന പറഞ്ഞേ? എന്ത് കിട്ടുന്നതെന്ന്
മലയാളവും മര്യാദക്ക് പറയാൻ അറിയില്ല, ഇംഗ്ലീഷും മര്യാദക്ക് പറയാൻ അറിയില്ല. ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദ്ക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്. നിനക്ക് അതേ പറ്റൂ, വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ എന്താ നീ ഉപമിച്ചു തന്ന പ്രസവിക്കുന്ന വേദന? ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടിയെ കാണുമ്പോൾ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിയിൽ നിനക്ക് കാണുമ്പോൾ. ഉപമിക്കുമ്പോൾ മര്യാദക്ക് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചൊരു ഉപമിക്കുന്നു പ്രസവത്തിനെല്ലാം. നീ ഓൾറെഡി ഒരിക്കൽ മറ്റേ ഗർഭിണികളെ കളിയാക്കി തീർന്നില്ല. മനസ്സിലായില്ലേ? അയ്യോ അമ്മക്ക് കുഞ്ഞിനെ കാണുന്ന പോലെയാണ് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ. പോരാ, ഞാൻ പറയുന്നില്ല. നീ ഉണ്ടല്ലോ, നീ ഇതിന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ എനിക്ക് വിഷയമുള്ള കാര്യം ഞാൻ ഇനി ഏതറ്റം വരെ പറഞ്ഞ് ഞാൻ പോയിക്കോളൂ. മനസ്സിലായില്ലേ? അല്ല, വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട, കേട്ടില്ലേ? അതെല്ലാം എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതൊരു ധാരണയും വേണ്ട. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തെന്ന് കുറെ ആളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അതെല്ലാം ഉണ്ട് എന്റെ കയ്യിൽ. ശരിയാക്കി തരാം. ഫോളോ എന്റെ അക്കൗണ്ട് റീച്ച് ആവുന്നത് എനിക്കും അതുകൊണ്ട് ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് കിട്ടുന്നത് വളരെ നല്ല കാര്യം. കാരണം 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്ത് തരുന്നത് അത്രയും സന്തോഷമാണ് എനിക്ക്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോളണം. നിങ്ങൾ ട്രോളബിൾ ആണ്. എനിക്കതിങ്ങനെ നിങ്ങൾ ട്രോളബിൾ ആണ്. ഞാൻ എനിക്കിങ്ങനെ എങ്ങനെ നിനക്ക് 1 മില്യൺ ആൾക്കാരെല്ലാം നിന്നെ ട്രോളി പോലും. എടാ എനിക്ക് ഞാൻ നിന്നോട് കാര്യം പറയട്ടാ. നിന്നെ ഉണ്ടാക്കിയ ഒരു സ്ത്രീ നിന്റെ വീട്ടിൽ കിടക്കുന്നില്ലേ? നിന്നെ ഉണ്ടാക്കിയ ഒരു സ്ത്രീ എന്ന് നാട് വിട്ടോ ഉമ്മ പാവം. ഇവന്റെ നാട്ടിലുള്ള ആരും കണ്ട വീഡിയോ കാണുന്ന പറയണം. ആ ഉമ്മ നാട് വിട്ടാ. അല്ല, ഇവന്റെ ഈ ഇതെല്ലാം കാണുമ്പോൾ ഒരു ഉമ്മാക്കും സഹിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ആ ഉമ്മ ഒരു സ്ത്രീയാണ്. ഇപ്പൊ ഹെലന്റെ ഒരു കാര്യം നിങ്ങൾ കേട്ടോ, ഹെലൻ പറയുന്നത്. ഹെലന്റെ കയ്യിൽ ജാസിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു വോയിസ് ഇരിപ്പുണ്ട്. ആ വോയിസിൽ സകല ട്രാൻസ്ജെൻഡേഴ്സിന്റെയും കാര്യമുണ്ട്. അപ്പൊ അവരവരുടെ ജീവിതത്തിൽ സീക്രട്ടായിട്ട് സൂക്ഷിക്കുന്ന കാര്യം ഈ ജാസിയോട് പറഞ്ഞു. ജാസി ഇതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വോയിസ് ഹെലന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കൂടുതൽ കളിച്ചാൽ അത് പുറത്ത് വിടുമെന്ന് പറയും. ഭീഷണി ഉണ്ടാക്കൂടെ. ഇതൊക്കെ കേട്ടോ എങ്ങനെ ചിരിക്കായിരിക്കും. ഈ ഹെലനെ പറ്റി അറിയാതെ ആയിരിക്കാം ജാസി കയറി ഒരു കൊടുത്തിരിക്കുന്നത്. ഇനി വയറ് നിറച്ച് ഇപ്പൊ ഹെലൻ കൊടുത്തോ പോരെന്നാണ് പൊതുജനത്തിന്റെ അർത്ഥം. കുറഞ്ഞു പോയെന്നാ പറയുന്നത്. നല്ലപോലെ കൊടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഹെലൻ ഈ ജാസിക്ക് സത്യം പറഞ്ഞാൽ സ്ത്രീത്വം ഒന്നും ആയിട്ടില്ല. ജാസി സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചിട്ട് കണ്ണാടി നോക്കുമ്പോൾ ഈ പ്രസവിച്ച അമ്മമാരുടെ വിഷമം ഉണ്ടല്ലോ, അല്ലെ അവർ പ്രസവിച്ചവരുടെ ഒരു വേദനയുണ്ടല്ലോ, ആ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. നിന്റെ ദൈവമേ, ഇവന് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു സിലിക്കോൺ പാഡ് വെച്ച് പിടിപ്പിച്ച് ബ്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇതെടുത്ത് കണ്ണാടി നോക്കുമ്പോഴത്തേന് പ്രസവ വേദന അത് ഒരുപോലെയാണോ? ഹെലൻ പറഞ്ഞാൽ ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്നാകുന്നു. ഇവന്റെ ഗർഭവും വെച്ചുകെട്ടും നടപ്പും എല്ലാം എന്ത് പറയാനോ പറഞ്ഞാൽ അത് കൂടിപ്പോകും. ഈ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് ഈ ഗോഷ്ടി കാണിക്കുന്നതിനുള്ള പ്രതീക്ഷ. ഏതായാലും ഹെലൻ കൊടുത്തത് നന്നായേ ഉള്ളൂ. ഹെലന്റെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ബോക്സൂടെ നിങ്ങൾ പോയി നോക്കണം. ജനങ്ങൾക്ക് എത്ര ലൈക്ക് അടിച്ചിട്ടും മതിയാവുന്നില്ലെന്നാ പറയുന്നത്. ഹെലനോസ് പാത്ത് തിരിച്ചു വന്നു, ഹെലനെ പിന്നെ തിരിച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജാസി ഒന്ന് ഓർക്കണം. ജാസി ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ പൊതുജനത്തിന് എന്തും നമ്മുടെ നാട്ടിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഓക്കെ സമ്മതിച്ചു എന്ന് കരുതി ഒരു പരിധി വിട്ടു പോകുമ്പോഴത്തേന് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട് കാണുന്നവർക്ക്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.